you will give me the 9. Hello people, welcome back to Malayali from Thrissur. Lord of the Rings, Rings of Power സീസൺ 2 എപ്പിസോഡ് 7 എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. പുതിയ വീഡിയോസ് കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എൽവൻസിനും ഡ്വാർഫ്സിനുമുള്ള മോതിരങ്ങൾ പണി കഴിഞ്ഞത് മുന്നത്തെ എപ്പിസോഡ്സിൽ നമ്മൾ കണ്ടതാണല്ലോ. ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് മനുഷ്യർക്ക് വേണ്ടിയുള്ള 9 റിങ്ങുകളുടെ പണി തീർക്കാൻ സൗറോൺ ഫോഴ്സ് ചെയ്യുകയാണ് കെലിബ്രിംബോറിനെ. പണി എന്തായാലും ഫിനിഷ് ആവും. അത് നമുക്ക് ലോർഡ് ഓഫ് ദ റിങ്സും ഹോബിറ്റ്സും കണ്ടതുകൊണ്ട് അറിയാം. പിന്നെ സൗറോന്റെ ഒരു റിങ് ഇതുവരെയും പണി പോലും തുടങ്ങിയിട്ടില്ല. ഇതിനി ഏത് സീസണിലായിരിക്കും വരാന്ന് നമുക്ക് ഒരു ഐഡിയയും ഇല്ല. കാരണം ഈ സീസണിൽ ഇനി ഒരു എപ്പിസോഡ് കൂടിയേ റിലീസ് ആവാനുള്ളൂ. അതിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഉണ്ടാവാതിരിക്കാം. പക്ഷെ പണിത് തീരാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ കെലിബ്രിംബോർ ഒരു ഇല്യൂഷനിൽ നിൽക്കുകയാണ്. മോതിരങ്ങളുടെ പണി തകൃതിയായി നടക്കുന്നുണ്ട്. സൗറോൺ മോതിരത്തിന്റെ പണി കഴിഞ്ഞോ എന്നൊക്കെ ഇടയ്ക്കിടെ വന്ന് ചോദിക്കുന്നുണ്ട്. പുറത്ത് ഓർക്കുകളുടെ ആക്രമണത്തിൽ ഇരീജിയോൺ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെ സൗറോന്റെ ബ്ലാക്ക് മാജിക്കിൽ പെട്ട കെലിബ്രിംബോർ മോതിരങ്ങളുടെ പണിയിൽ തന്നെ മുഴുകിയിരുന്നു. കെലിബ്രിംബോറിന്റെ ആജ്ഞയ്ക്ക് വേണ്ടി പുറത്ത് കാത്തു നിന്നിരുന്ന മിർഡാനിയയോടും പടയാളികളോടും കെലിബ്രിംബോറിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കും വിധം സൗറോൺ സംസാരിക്കും. പെട്ടെന്ന് പീരങ്കികളുടെ ശബ്ദം നിലച്ച് എന്തെന്ന് കരുതി എല്ലാവരും ആകാംക്ഷയോടെ നോക്കുമ്പോൾ ഓർക്കുകൾ അഡാറിന്റെ കൽപ്പന പ്രകാരം അടുത്തുള്ള മലനിരകൾ തകർത്ത് ഇടയ്ക്കുള്ള നദിയിൽ തടയണ കെട്ടും. ഇരീജിയോണിലേക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാനുള്ള വഴി ഒരുക്കുകയായിരുന്നു ഓർക്കുകൾ. കിങ് ഡ്യൂറിന്റെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയിൽ ആശങ്ക പൂണ്ട നാർവിയും മറ്റു ഡ്വാർവൻ പടയാളികളും പ്രിൻസ് ഡ്യൂറിനോട് സഖ്യം ചേരും. ഖസാക്ഡൂമിൽ വന്ന എൽറോണ്ട് അഡാറിനെയും സൗറോണിനെയും നേരിടാൻ പ്രിൻസ് ഡ്യൂറിന്റെ നേതൃത്വത്തിൽ ഡ്വാർഫുകളുടെ സഹായം ചോദിക്കും. ഓർക്കുകളുടെ കൂട്ടം കടുത്ത ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കും. ഒരെലി ഒരു പ്രത്യേക പാറ്റേണിൽ മാത്രം ചലിക്കുന്നത് ശ്രദ്ധിച്ച കെലിബ്രിംബോർ താൻ ഒരു ടൈം ലൂപ്പിൽ പെട്ടിരിക്കുകയാണോ എന്ന് സംശയിക്കും. സംശയം തീർക്കാൻ ഒരു മെഴുകുതിരിയിൽ ഒരു കറുത്ത വര വരച്ചു വെക്കും. മെഴുകുതിരി ഒരു തരി പോലും ഉരുകുന്നില്ലെന്ന സത്യം മനസ്സിലാക്കുന്ന കെലിബ്രിംബോർ സൗറോൺ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് സൗറോണിനോട് ചോദിക്കും. അവർ തമ്മിൽ തർക്കമാവും. ദേഷ്യത്തിൽ സൗറോണിന് നേരെ കെലിബ്രിംബോർ ഒരു ഹാമർ എടുത്തെറിയും. സൗറോൺ ഒഴിഞ്ഞു മാറും. ഈ ചുറ്റിക ചെന്ന് കൊള്ളുമ്പോൾ അവിടെയുള്ള ജനാലയുടെ ചില്ലു പൊട്ടി പുറത്തുനിന്ന് ഒച്ചയും ബഹളവും കേൾക്കും. വാതിൽ തുറന്ന് പുറത്തു കടക്കുന്ന കെലിബ്രിംബോർ പുറത്തെ കാഴ്ചകൾ കണ്ട് നടുങ്ങും. നിസ്സഹായനായി വാവിട്ട് കരയും. മിത്രിലാണെന്നും പറഞ്ഞ് സൗറോൺ തന്നെ ഏൽപ്പിച്ചത് സൗറോണിന്റെ കറുത്ത രക്തമായിരുന്നെന്നും ഇത്രനാൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നത് ലോർഡ് ആനറ്റാർ എന്ന പേരിൽ സൗറോൺ ആയിരുന്നുവെന്നും കെലിബ്രിംബോർ മനസ്സിലാക്കും. കെലിബ്രിംബോർ പുറത്തേക്ക് ഓടിയിറങ്ങും. മിർഡാനിയെയും മറ്റനുയായികളെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമത്തിനിടെ സൗറോണിന്റെ മാജിക്കിൽ മിർഡാനിയ കോട്ടയുടെ മുകളിൽ നിന്ന് താഴെ വീഴും. ഒരു ഓർക്ക് വന്ന് അവളെ അടിച്ചു കൊല്ലും. എൽഫുകളുടെ പട ഓർക്കുകളെ നേരിടാൻ യുദ്ധമുഖത്തേക്ക് പടയോട്ടം നടത്തും. തടവിലുള്ള ഗലാഡ്രിയലിനെ കാണുമ്പോൾ എൽറോണ്ട് അഡാറുമായി ചർച്ചയ്ക്ക് വരും. മോതിരങ്ങൾ വേണമെന്ന അഡാറിന്റെ ആവശ്യം നിരസിച്ച എൽറോണ്ട് ഗലാഡ്രിയലിനോട് അവസാനമായി യാത്ര പറയാനെന്ന വ്യാജേന അവളുടെ അടുത്ത് ചെന്ന് ഒരു പിന്ന് അവളെ ഏൽപ്പിക്കും. കൂടെയുള്ള വൊറോഹിലിനെ ഡ്വാർഫുകളെ കൂട്ടിവരാൻ പറഞ്ഞയച്ച് എൽറോണ്ട് യുദ്ധമുഖത്തേക്ക് തിരിക്കും. ഖസാക്ഡൂമിൽ പ്രിൻസ് ഡ്യൂറിൻ പിതാവിന്റെ ആജ്ഞയെ മറികടന്ന് എൽഫുകളെ സഹായിക്കാൻ ഓർക്കുകളുമായി യുദ്ധത്തിന് തയ്യാറാവാൻ ഡ്വാർഫുകളോട് ആഹ്വാനം ചെയ്യും. സൗറോണിന്റെ വഞ്ചനയിൽ വീഴുന്ന ഇരീജിയോണിലെ പടയാളികൾ കെലിബ്രിംബോറിനെ വിലങ്ങണിയിക്കും. വിലങ്ങണിഞ്ഞ് ചത്ത മനസ്സിലിരുന്ന് കെലിബ്രിംബോർ മോതിരങ്ങളുടെ പണി തുടരും. പുലരും മുമ്പ് എന്ത് വില കൊടുത്തും ഇരീജിയോണിന്റെ കോട്ടമതിൽ തകർക്കാൻ അഡാർ ഓർക്കുകളോട് പറയും. ഗലാഡ്രിയൽ നേരത്തെ കിട്ടിയ പിന്നും വെച്ച് പൂട്ട് തുറന്ന് രക്ഷപ്പെടും. അവളെ തിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ മുതിർന്ന ഓർക്കുകളെ അറോണ്ടിർ അമ്പെയ്തു വീഴ്ത്തും. മൈനിങ്ങിൽ നിന്നും തന്നെ തടയാൻ ശ്രമിച്ച നാർവിയുടെ പടയാളികളെയെല്ലാം കിങ് ഡ്യൂറിൻ കൊന്നുതള്ളും. നിവർത്തിയില്ലാതെ ഇരീജിയോണിലേക്കുള്ള പടയോട്ടം ക്യാൻസൽ ചെയ്യാൻ പ്രിൻസ് ഡ്യൂറിൻ നിർബന്ധിതനാവും. കെലിബ്രിംബോർ മോതിരങ്ങൾ തീയിലിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു പരാജിതനാവും. ഇനിയും മോതിരങ്ങൾ പണിയാതിരിക്കാൻ തന്റെ തള്ളവിരൽ അറുത്തുമാറ്റി മോതിരങ്ങളും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കവേ അയാളുടെ പടയാളികൾ അയാളെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കും. അന്നേരം അങ്ങോട്ട് വരുന്ന ഗലാഡ്രിയൽ പറയുമ്പോൾ കെലിബ്രിംബോർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പടയാളികൾ തിരിച്ചറിയും. കെലിബ്രിംബോർ മോതിരങ്ങൾ ഗലാഡ്രിയലിനെ ഏൽപ്പിക്കും. എൽഫുകളുടെ സൈന്യത്തിന് യുദ്ധത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവും. റിയാൻ കൊല്ലപ്പെടും. ഓർക്കുകൾ ഡാംറോഡ് എന്ന ഹിൽ ട്രോളിനെ കളത്തിലിറക്കും. അവഞ്ചേഴ്സിലെ ഹൾക്കിനെ ഓർമ്മിപ്പിക്കും വിധം ഈ ട്രോൾ സകലതും സ്മാഷ് ചെയ്യും. ഒരു വിധത്തിൽ അറോണ്ടിറിന്റെ സഹായത്താൽ എൽറോണ്ട് ട്രോളിനെ വധിക്കും. സൗറോണിനെ പിടിച്ചു കെട്ടാൻ കെലിബ്രിംബോറിന്റെ കൂടെ വന്ന എല്ലാ പടയാളികളെയും സൗറോൺ വധിക്കും. ഡ്വാർഫുകളുടെ പടയെ കൂട്ടാൻ പോയ വൊറോഹിർ മൃതപ്രായനായി വന്ന് എൽറോണ്ടിന്റെ കൈകളിൽ വീഴും.
ഹൈക്കിംഗ് അടക്കം ബാക്കിയുള്ള എല്ലാ എൽഫുകളും പടക്കളത്തിൽ പൊരുതും. അഡാറിനു മുന്നിൽ വെറും ശിശുവായ എൽറോണ്ടിനെ കഴുത്തിന് പിടിച്ചുയർത്തി നിന്യ എന്ന എൽവൻ മോതിരം അഡാർ കൈക്കലാക്കും. എപ്പിസോഡിന്റെ പേര് തന്നെ ഡൂം ടു ഡൈ എന്നാണ്. ആ പേര് അന്വർത്ഥമാക്കുന്ന എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് പ്ലീസ്. ഈ സീസണിലെ അവസാന എപ്പിസോഡ് ഇനി ഒക്ടോബർ 3 റിലീസ് ആവൂ. പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.